ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എനിക്കും സുഖം. പിന്നെ വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയി വരുന്നു. ഇവിടെയൊക്കെ വെള്ളമായി തുടങ്ങി. പിന്നെ വെളി വെള്ളമൊക്കെ കിടക്കുന്ന വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം, പിന്നെ ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? വേണ്ട, മുറ്റമൊക്കെ വെള്ളമായി തുടങ്ങി. പിന്നെ എന്നും തുടങ്ങുന്ന പോലൊക്കെ തന്നെ രാവിലത്തെ ജോലികളിലേക്ക് ഏർപ്പെട്ടു. രാവിലെ കട്ടൻ കാപ്പി ഉണ്ടാക്കി എല്ലാവരും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ദോശ ഉണ്ടാക്കി. കണ്ട ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി. കൊച്ചാൾ പോയി, അച്ഛൻ ഇന്ന് പോകുന്നില്ല. ചേട്ടൻ ഹോസ്പിറ്റലിൽ വരെ പോയി. തൈറോയിഡിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ആ തൈറോയിഡിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരെ പോയി. ഗോതമ്പ് ദോശയായിരുന്നു. ഗോതമ്പ് ദോശ ഉണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി. പിന്നെ എന്നുള്ള പോലെ തന്നെയാണ്, നല്ല ഫ്രഷ് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം മാങ്ങാപ്പുളിശ്ശേരി വെച്ചു. പിന്നെ ചോറ് വെച്ചു, മീൻ വറുത്തു, പാവയ്ക്ക മെഴുക്ക് പുരട്ടി. മൂത്താൾക്ക് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിരിക്കുക. പിന്നെ വേറെ എന്തൊക്കെയാണ്? കണ്ട് മൂത്ത മോന് കൊണ്ടുപോകാൻ ചൂട വറുത്തത്, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പുളിശ്ശേരി. അത് മൂത്താൾക്ക് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചത്. ബാക്കി കാപ്പിയെല്ലാം ആക്കി വെച്ചിരിക്കുന്നു. ഇനി മൂത്തത് കുളിച്ചിട്ട് വന്നിട്ട് ഇനിയും കാപ്പി കുടിക്കണം. ഞാനിപ്പോഴേ കാപ്പിയൊന്നും കുടിക്കുകയല്ല. ഇനി ചേട്ടൻ ഭക്ഷണം കഴിക്കാതല്ലേ പോയത്, ഹോസ്പിറ്റലിൽ പോയിരിക്കും. അപ്പോൾ വന്നിട്ട് കാപ്പി കുടിക്കുന്ന വീട്ടിൽ ഇറങ്ങി ഒന്നിച്ച് കാപ്പി കുടിക്കാം. കൊച്ചാൾ കഴിച്ചു. ചോറൊന്നും കൊണ്ടുപോയില്ല. ഇന്ന് ചിലപ്പോൾ മൊത്തം അവധിയല്ലേ. അപ്പം ഇന്നലെ സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ട്, ചെല്ലണമെന്ന്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കൊണ്ടുപോകാൻ എടുത്തു. പക്ഷെ അമ്മച്ചി ഞാൻ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു, കൊണ്ടുപോയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ചോറ് വെന്ത് ഇനി ഇച്ചിരി ചൂട ഇരിപ്പുണ്ട്. തേങ്ങ അരച്ച് പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഒരു ചാറ് കറിയൊക്കെ ഉച്ചക്കത്തേക്ക് മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി തെളിവാന്ന് തോന്നുന്നു. രാവിലെ മഴയൊന്നും പെയ്തില്ല, വെയിലുറച്ചു. ഇന്നലെ കഴുകിയിട്ട തുണി ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി വെയിലത്തിട്ട്. ഇനിയും കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. പിള്ളേരുടെ പാൻറ്റൊക്കെ കഴുകാനുണ്ട്. അത് ഇനിയെല്ലാം കഴുകി വെക്കാം. കഴുകി വെയിലത്തോട്ടിടാം, തൂക്കണം, പാത്രം കഴുകണം. ഒത്തിരി ജോലിയൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം ചെറുതായി ഇവിടെ വരവ് വെള്ളമല്ലല്ലോ, ഇങ്ങനെ മഴ പെയ്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. പക്ഷേ ഇങ്ങനെ പൊങ്ങി പറമ്പിലൊക്കെ കയറി തുടങ്ങി. അപ്പം ഇനി ഇങ്ങനെ ചെറിയ ജോലിയുണ്ട്. ഇന്നലെ അപ്പുറത്ത് മരമൊക്കെ മുറിച്ച കാരണം വേലി ഇനിയും കെട്ടണം. വേലി കെട്ടാൻ ഇനി പ്ലാസ്റ്റിക്കൊക്കെ മേടിക്കണം. ഒത്തിരി പണിയുണ്ടെങ്കിൽ ചേട്ടൻ പോകാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പുറമൊക്കെ ഒത്തിരി വൃത്തികേടൊക്കെ ആയി കിടക്കുക. ചപ്പും ചവറൊക്കെ ആളിഞ്ഞു അറിയൊക്കെ കിടക്കുന്നതൊക്കെ ഇനി വൃത്തിയാക്കണം. തെളിവാണെങ്കിൽ എല്ലാം കുറേശ്ശെ ചെയ്യാം എന്ന് ഓർക്കുന്നു. അപ്പോൾ ഒത്തിരി പണികളൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ എന്തൊക്കെയാണ്? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? പിന്നെ ഇന്നെല്ലാവർക്കും പൊതുവേ ജോലിയായിരിക്കും. മഴയില്ലാത്തതുകൊണ്ട് ഇച്ചിരി വെയിലൊക്കെ ഉറച്ചല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ജോലി കാണും. എല്ലാ വീടുകളിലും ജോലിയാണ്. 2-3 ദിവസം അടച്ച് പിടിച്ച് മഴ പെയ്ത്തൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ 3-4 ദിവസത്തെ ജോലിയുടെ ഒത്തിരിയൊക്കെ ഉണ്ട്. തുണി കഴുകുക, അങ്ങനെയൊക്കെയുള്ള ജോലി എല്ലാ വീടുകളിലും ഉണ്ടല്ലോ. അതുപോലെ എനിക്കും ഉണ്ട് ഒത്തിരി ജോലി. ഞാൻ അലയിനല്ലേ നിന്നതാണ്. അവിടെ ഇപ്പം കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയുന്നത് ഭയങ്കര ചൂടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, അത്ര ചൂടാണ് ഭയങ്കര. ഇവിടെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ. പിന്നെന്താണ്? എന്നാൽ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടങ്ങ് ജോലി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച്. രാവിലെ അടുക്കളയിലെ ജോലിയൊക്കെ കുറച്ച് ഒതുങ്ങിയല്ലോ. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാം. വീഡിയോ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നലെ കടല വെള്ളത്തിലിട്ടിരുന്നു, രാവിലെ കറിയാക്കി വെച്ചു. പിന്നെന്താ വേറെ എന്നാ കാര്യങ്ങൾ? ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങൾ, ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇന്നൊരു ഇങ്ങനത്തെ ഇതൊക്കെ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ.
അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ എല്ലാവരും കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ഇടുമ്പോൾ അത് കമൻറ്റ് വായിക്കാനൊരു സുഖമല്ലേ. കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഇന്ന ആൾക്കാർ കമൻറ്റ് ഇട്ടു, ഇന്ന കമൻറ്റ്, അത് നമുക്കൊരു സന്തോഷമല്ലേ കമൻറ്റ് ഇടുന്നത് വായിക്കാൻ. അപ്പോൾ കമൻറ്റ് ഇടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ.